എന്താ പ്രശ്നം, ആര് നേതൃത്വത്തിൽ വന്നാലും ഇപ്പോൾ ജഗദീഷ് എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹമുണ്ട്. അദ്ദേഹം അടിപൊളിയാണ്, സൂപ്പറാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണം എന്നില്ല. കാരണം അദ്ദേഹം നല്ലൊരു ആക്ടറാണ്, നല്ലൊരു സാമൂഹ്യ പ്രവർത്തനമാണ്, എല്ലാം കൊണ്ടും ജീവിതശൈലിയാണ്, എല്ലാം കൊണ്ടും നല്ലൊരു ക്ലീൻ ഇമേജ് ഉള്ള ഒരു നടനാണ്, ഒരു വ്യക്തിയാണ്. നല്ലൊരു നടനും നല്ല ക്ലീൻ ഇമേജ് നേതൃത്വത്തിലേക്ക് വരുമ്പോൾ അതോളം വ്യത്യാസം വരുമെന്നുള്ള കാര്യം നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കൊരു ഈ പറയുന്ന കാര്യം നേതൃത്വത്തിനാണ് ഏറ്റവും പ്രാധാന്യം. ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലേക്ക് നേതൃത്വത്തിനാണ് ഏറ്റവും പ്രാധാന്യം. ഇപ്പോൾ എല്ലാവരും ഈ ന്യൂ ജനറേഷൻ എന്നൊരു സംഭവം, അവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിലുണ്ടാക്കുന്ന കുറച്ച് ഈ പറയുന്ന ഒരു ഡിവൈഡ് ആൻഡ് റൂൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം എല്ലാവരും സിനിമയിലായാലും പിന്നെ ട്രോളിങ്ങിലായാലും അവരൊക്കെ തിരിച്ച് പ്രതികരിക്കുന്ന രീതിയുണ്ട്. അതായത് ഇപ്പോൾ ഒരു പ്രശ്നങ്ങൾ വരികയാണ്, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി പ്രശ്നങ്ങൾ അമ്മയിൽ ഇതിൽ ഇപ്പോൾ ഈ പറയുന്ന ആളുകളിൽ ആരൊക്കെയാണോ ഇതിൽ നേതൃത്വത്തിൽ വന്നിരുന്നത് അവരൊക്കെ വന്നു കഴിയുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്തിരുന്നു എന്ന് നമ്മൾ നോക്കും. അവർക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ അവരെങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു തൻ്റെ അഭിപ്രായം? ആരൊക്കെ ഇപ്പോൾ ഈ പുതിയ ആൾക്കാരാണ് വന്നിരുന്നത്, ഈ മോഹൻലാൽ, ഇന്നസെന്റ് അല്ലെങ്കിൽ സിദ്ദിഖ്, ഇവർക്കൊക്കെ പകരം പുതിയ ആളുകളായിരുന്നുവെങ്കിൽ ഇതെങ്ങനെയായിരുന്നു മാറിയത്? അവർക്ക് എത്രത്തോളം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. അതാണ് ഈ ശരിക്കും വന്ന നേതൃത്വത്തിൽ വരുന്നത് എപ്പോഴും പക്വതയും ഒരാളുകൾ അംഗീകരിക്കുന്ന ആളുകളായി വരുന്നത്.